ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു ഇഫ്താറിനാണ് കേട്ടോ, വേറെ എവിടെയല്ല, ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്കിലാണ് കേട്ടോ. അബുദാബിയിലെ പ്രശസ്തമായ സ്ഥലങ്ങളിൽ ഒരു സ്ഥലമാണ് ഈ ഒരു മോസ്ക് എന്ന് പറയുന്നത്. കാരണം അത്ര മനോഹരമായിട്ടുള്ളൊരു പ്ലേസും കൂടിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മോസ്കിൽ വെച്ചിട്ടൊരു ഇഫ്താർ ആദ്യമായിട്ടാണ് ഇഫ്താറിൽ പങ്കെടുക്കുന്നത്. അതിങ്ങനത്തെ ഒരു പുണ്യപ്പെട്ട സ്ഥലത്തും കൂടി ആയപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷത്തിലാണ് കേട്ടോ. ഞാൻ ഇവിടെ 35,000 പേർക്കാണ് ഇവരിവിടെ ഇഫ്താർ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ വരുമ്പോൾ നമ്മൾ മെയിൻലി ശ്രദ്ധിക്കേണ്ടത് ഡ്രസ്സിങ് ആണ്. ലേഡീസ് നമ്മൾ കവർ ചെയ്തിട്ട്, അതായത് തല കവർ ചെയ്യണം, അതുപോലെ തന്നെ കൈയൊക്കെ നല്ല രീതിയിൽ കവർ ചെയ്യുന്ന ടൈപ്പ് ഡ്രസ്സ് വേണം ഇവിടെ ഇടാനായിട്ട്. അങ്ങനെ മാത്രമാണ് ഇവിടെ എൻട്രി ചെയ്യിപ്പിക്കുകയുള്ളൂ. 35,000 പേർക്കാണ് കേട്ടോ ഇവിടെ ഫുഡ്, അതായത് ഇഫ്താർ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നോമ്പ് കാലത്ത് ഇങ്ങനെ ഒരു പ്ലേസിൽ വെച്ചിട്ട് നോമ്പ് തുറക്കാൻ കഴിയുന്നതിൽ വളരെയധികം സന്തോഷത്തിലാണ് കേട്ടോ ഞാൻ. കുട്ടികളായാലും നല്ല ഹാപ്പി മൂഡിലായിരുന്നു. അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു ഇവിടെ നമ്മുടെ കൂടെ ഒരുമിച്ച് എല്ലാവരും കൂടിയിട്ട് ഈ ഒരു ഇഫ്താർ പങ്കെടുക്കുമ്പോൾ അത് വേറെ ഒരു എന്താ പറയുക, സന്തോഷം തന്നെയാണ് അല്ലേ. 35,000 പേർക്ക് ഇവിടെ ഫുഡ് ഒരുക്കിക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയായിരുന്നു. പാക്കിംഗ് ആയാലും എല്ലാം നല്ലൊരു പാക്കിങ്ങിലാണ് അവരിവിടെ ഫുഡ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അപ്പം നമുക്കിവിടെ ഒരു ബീരങ്കിയുടെ സൗണ്ടോട് കൂടിയിട്ടായിരിക്കും കേട്ടോ നോമ്പൂടെ തുറക്കുന്നത്. അതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടോ, മസ്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഇതും കൂടിയാണ് കേട്ടോ ഇവിടുത്തെ ഇഫ്താർ എന്ന് പറയുന്നത്. അതിന് കൂടി തന്നെ ഒരു ജ്യൂസും അതുപോലെ തന്നെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ച് ഞങ്ങൾ അതായത് കുട്ടികളായാലും നല്ല സന്തോഷത്തിലായിരുന്നു. കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എന്താ പറയുക, ഇങ്ങനെ ഒരു പ്ലേസിലേക്ക് വരുന്നതും ഇങ്ങനെ എല്ലാവരും കുറേ പേരുടെ കൂടെ ഇത്രയും പെരുത്ത ആൾക്കാരുടെ കൂടെ ഇരുന്ന് നോമ്പ് തുറക്കുന്നതൊക്കെ ആദ്യമായിട്ടല്ല. അത് വളരെ എന്താ പറയുക, ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. മിക്കവർക്ക് ഇവരൊക്കെ ആണെങ്കിലും ഓറഞ്ചും ആപ്പിളൊക്കെ പിടിച്ചൊക്കെ ജ്യൂസൊക്കെ പിടിച്ച് അവരവരുടേതായ ലോകത്ത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. ഞാനും അങ്ങനെയല്ലേ, ഇതായിരുന്നു എൻ്റെ ഗെറ്റപ്പ് വന്നിട്ട്. ഇതായിരുന്നു കാരണം ഫുള്ള് നമ്മൾ കവർ ചെയ്ത ഡ്രസ്സ് വേണം ഇടാനായിട്ട്. കാരണം അവരുടേതായിട്ടുള്ള ഒരു രീതിയിലാണ് അവരുടെ എൻട്രി ഒക്കെ ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. ഞാനും നോമ്പ് തുറക്കുവാണ്. നോമ്പ് തുറന്നു എല്ലാവരുടെ കൂടെ, ഇത്രയും പെരുത്ത ആൾക്കാരുടെ കൂടെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ നോമ്പ് തുറന്നു, അങ്ങനെ എല്ലാ ഫുഡും കഴിച്ചു കേട്ടോ. കുട്ടികളായാലും രണ്ടുപേരും കഴിച്ചു. രണ്ടുപേർക്ക് ഇഷ്ടമായി, നല്ല ഫുഡായിരുന്നു. കുട്ടികൾക്കായാലും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇവിടുത്തെ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെ കഴിച്ചതിന് ശേഷം രാത്രി വരെ ഇരുന്ന് ആ ഒരു സ്ഥലത്തിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. കുട്ടികളായാലും കിടന്ന് ഓടി നടന്ന് അവർ നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ. ഇതെൻ്റെ കുറച്ച് ഷോ ഓഫാണ്, അത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തോട്ട് ഞങ്ങൾ ഉള്ളിലേക്ക് കിടന്നു. കാരണം അപ്പോൾ ആ സമയത്ത് പ്രയറിന് ടൈം ആയതുകൊണ്ട് നമുക്ക് അധികം ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല. എന്നാലും ചെറിയ രീതിയിൽ ഫോട്ടോസൊക്കെ എടുത്തു. തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. കണ്ടില്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചെറിയൊരു വ്ളോഗായിരുന്നു. ബൈ.